two masses m and 2m connected by light string going over a pulley of mass 30m with radius 0.1 meter. Pulley is mounted in a vertical plane and is free to rotate about its axis. ക്വസ്റ്റ്യനിൽ പറഞ്ഞത് 30m മാസുള്ള ഒരു പുള്ളി, 30m മാസുണ്ട്, ഇതിനെ നമ്മൾ സസ്പെൻഡ് ചെയ്തു, മാസ് 30m ആണ്. ദെൻ 30m ഞാൻ ഇന്ന് രണ്ട് മാസുകൾ എമ്മും 2m നമ്മൾ എന്ത് ചെയ്തു, രണ്ട് എൻഡിൽ സസ്പെൻഡ് ചെയ്തിട്ട് ഇവിടെ മാസ് എത്രയാ, 30m ആണ്, മാസീവ് പുള്ളിയാണ്. ഓക്കെ, ദെൻ ദി 2m മാസ് ഈസ് റിലീസ്ഡ്. നമ്മൾ ജസ്റ്റ് രണ്ടും കൂടെ അങ്ങനെ ഹോൾഡ് ചെയ്തതിനു ശേഷം കൈ അങ്ങ് എടുത്തു കഴിഞ്ഞാൽ 2m മാസ് എന്ത് ചെയ്യും, റിലീസ്ഡ് ഫ്രം റെസ്റ്റ് ആൻഡ് സ്പീഡ് വെൻ ഇറ്റ് ഈസ് ഡിസെൻഡഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ്. ഈ 2m മാസ് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് താഴേക്ക് വരുമ്പോൾ അത് 3.6 മീറ്റർ എന്നാ പറഞ്ഞത്. എത്ര വെലോസിറ്റി ആയിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇപ്പം നമ്മൾ ജനറലി മാസ് ഇല്ലാത്ത ഐഡിയൽ പുള്ളി, മാസ്ലെസ് ഫ്രിക്ഷൻലെസ് പുള്ളി എന്നുള്ള കൺസെപ്റ്റാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ മാസ് ഇല്ലാത്ത ഫ്രിക്ഷൻ ഇല്ലാത്ത പുള്ളിയിൽ സ്ട്രിങ് സ്ലൈഡാണ് ചെയ്യുക. ആ സ്ട്രിങ്ങിൻ്റെ സ്ലൈഡിങ് കൊണ്ട് പുള്ളി എന്ത് ചെയ്യില്ല, റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ ഐഡിയൽ കൺസെപ്റ്റ് എടുക്കുക. ഇവിടെ മാസീവായിട്ടുള്ള പുള്ളിയാണെങ്കിൽ സ്ട്രിങ്ങിലൂടെ ബ്ലോക്ക് മൂവ് ചെയ്യുമ്പോൾ സ്ട്രിങ് റൊട്ടേറ്റ്സ് ദി പുള്ളി. അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ മോഷൻ ഓഫ് പുള്ളിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ അല്ല ചോദിച്ചത്, നമ്മോട് സ്പീഡാണ്. അപ്പോൾ റൊട്ടേഷണൽ മോഷനും കൂടെ കൺസിഡർ ചെയ്യണം, ദാറ്റ് ഓഫ് പുള്ളി. അതിൽ പുള്ളിയുടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഡിസ്ക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ടോട്ടൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു ആരായിരിക്കണം, ഇപ്പോൾ നമ്മൾ വെലോസിറ്റിയിൽ ആണ് മൂവ് ചെയ്യുന്നത്, ആ കൈനറ്റിക് എനർജി ഈക്വൽ ടു ആരായിരിക്കണം, 3.6 എത്തുമ്പോഴുള്ള പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് നോക്കിയേ, കൈനറ്റിക് എനർജി ടോട്ടൽ എന്ന് പറയുമ്പോൾ ഹാഫ് mv² ഫസ്റ്റ് പാർട്ടിക്കിളിന് പ്ലസ് ഹാഫ് 2mv² സെക്കൻഡ് പാർട്ടിക്കിൾ മീൻസ് സസ്പെൻഡ് ചെയ്തിട്ടുള്ള ബ്ലോക്ക് കഴിഞ്ഞില്ല, പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓഫ് ആര്, നമ്മുടെ പുള്ളി. അപ്പോൾ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ പറയുമ്പോൾ കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ എന്ന് പറയുന്നത് ഹാഫ് I⍵² ആണ്. ഓക്കെ, അപ്പോൾ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് mr²/2 ആണ്. അപ്പം നമുക്ക് മാസ് 30m ആണ്, റേഡിയസ് ഞാൻ r² തന്നെ എഴുതി /2, മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ആയി. പിന്നെ എന്ത് വേണം, ഹാഫ്. അപ്പോൾ ഹാഫ് I ആയി, ഹാഫ് I. ഇനി ഒമേഗ എന്ന് പറഞ്ഞാൽ v/r ആണ്. അപ്പോൾ നമുക്ക് v²/r² ഇസ് ഈക്വൽ. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി ആയി. അപ്പോൾ കൈനറ്റിക് എനർജി ഓഫ് 2 ബ്ലോക്ക് ആൻഡ് ദാറ്റ് ഓഫ് ഡിസ്ക് ക്യാൻ കേപ്പബിൾ ഓഫ് റൊട്ടേഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 2m മാസ് താഴേക്ക് h കവർ ചെയ്യുമ്പോൾ m മാസ് h മുകളിലേക്ക്. ഓക്കെ, നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. v²/2 പ്ലസ് v² പ്ലസ് 30/4 v² is equal to
എം ജി എച്ചിൽ എല്ലാം എമ്മുകൾ ക്യാൻസൽ ചെയ്താൽ ബാക്കി വരുന്നത് ജി എച്ച്. അപ്പോൾ വി സ്ക്വയർ ബൈ 2 പ്ലസ് വി സ്ക്വയർ 3/2 1.5 വി സ്ക്വയർ 30/4 എന്ന് പറയുമ്പോൾ 7.5 7.5ഉം 1.5ഉം 9 വി സ്ക്വയർ ഇസ് ഈക്വൽ ടു ആരെന്ന് വരും ജി എച്ച്. അപ്പോൾ വി ഇസ് ഈക്വൽ ടു റൂട്ട് ജി എച്ച് ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ജി 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എച്ച് 3.6 ബൈ 9. 36/9 for root 4 is equal to 2. Hence our answer is 2 meter per second. ഓക്കെ, അപ്പം ഇത് ഐഡിയൽ അല്ല പുള്ളി, അത് മാസീവാണ് പുള്ളി. മാസ് പറഞ്ഞാൽ അവിടെ റൊട്ടേഷണൽ മോഷൻ ഓഫ് പുള്ളിയും കൂടെ കൺസിഡർ ചെയ്യണം.